ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ മുഹറം 10-ൻ്റെ അന്ന് നമുക്ക് ഉസ്താദുമാർ ചിലവുണ്ടേനി. അപ്പം അന്നത്തെ ഒരു ഡേ ആണ് കാണിക്കുന്നത്. ഓരോ തിരക്ക് കാരണം വീഡിയോ ഇടാൻ വൈകി. ആദ്യം തന്നെ സോറി. അപ്പോൾ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം കേട്ടോ. പുലർച്ചെ അത്താഴമൊക്കെ കഴിച്ച് കിടന്നതുകൊണ്ട് രാവിലെ കുറച്ച് നേരം വൈകിയാണ് എണീറ്റപ്പോൾ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഫിനിമോൾ എണീച്ചിട്ടുണ്ടെങ്കിൽ ഫിദമോളൊക്കെ പിന്നെ എണീറ്റ് വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ്. റവപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അല്ലാത്തവർക്കൊക്കെ പിന്നെ നോമ്പാണ്. അപ്പോൾ റവ ഞാൻ തരിക്കും കേട്ടോ. അതേപോലെ കടയിൽ നിന്ന് നേരിട്ട് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന സാധനങ്ങൾ അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ ഒക്കെ ആയാലും ഞാൻ തരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാനെടുക്കുമ്പോൾ തരിച്ചിട്ട് ഉണ്ടാക്കൽ കേട്ടോ. ഇതിങ്ങനെ ആരെങ്കിലും കണ്ടിക്കണോ? മണ്ണിലൊക്കെ എല്ലാം ഉണ്ടായി കാണൽ. ഇത് ഇഞ്ചി മുളച്ചതാണ് കേട്ടോ. നടാൻ വേണ്ടി വെച്ചതാണ്, പക്ഷെ അവിടെ കടന്ന് മുളച്ചു. അത് ഈ കരിയേപ്പിൻ്റെ തൈ ചെറിയ തൈയായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. ഇപ്പോൾ അതാ വലിയ മരം പോലെ ആയിട്ടുണ്ട്, നല്ല ഇലകളുണ്ട്. ഞാൻ ഈ പൊട്ടിച്ചെടുക്കണ പോലെ അങ്ങനെ എടുക്കരുത്. അല്ലിയായിട്ട് മാത്രം അടർത്തിയെടുക്കരുത്. അല്ലാതെ പൊട്ടിച്ച് കൊമ്പടക്കം ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ നല്ലോണം കരിവേപ്പിൻ്റെ ഇല ഉണ്ടാവും കേട്ടോ. കറിവേപ്പ് നല്ലോണം ഉണ്ടാവും. ഞങ്ങളങ്ങനെ തന്നെയാണ് പൊട്ടിച്ചെടുക്കൽ. പക്ഷെ ഇപ്പം ആകെ 2 ഇലൻ്റെ ആവശ്യമുള്ളൂ. അതാ പിന്നെ ഇങ്ങനെ എടുത്തത് കേട്ടോ, അല്ലിമെന്ന് എടുത്തത്. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ട്. ഇനിയും അതെടുത്താണ്ട് ഐസ് പോവാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇച്ചിട്ടന്നെ ഫിനിമോക്ക് ഉച്ചക്ക് അത് പൊരിച്ച് കൊടുക്കാൻ വിചാരിച്ചു. ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറുന്നാൻ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ചോറൊക്കെ തിന്നോളും. അത് വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ പിന്നെ അടുത്ത പണിക്ക് നിന്നു. കൗണ്ടർ ടോപ്പുകളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതൊക്കെ വൃത്തിയാക്കിയിട്ടോ. പിന്നെ നമ്മൾ സൗദിയിലോട്ട് പോകുന്നത് വരെ കിച്ചൺ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇപ്പോൾ ഇങ്ങോട്ട് പുതിയത് കേട്ടോ, പണി കഴിപ്പിച്ചതാണ്. അപ്പോൾ അവിടെയും കൂടിയൊക്കെ നമുക്ക് വൃത്തിയാക്കിയിടാം. പിന്നെ നമ്മളിവിടെ കുടിക്കാൻ മൺകലത്തിലാണ് ഇങ്ങനെ വെള്ളം ചൂടാക്കി കെറ്റിലിൽ ചൂടാക്കിയിട്ട് മൺകലത്തിൽ ഒഴിച്ച് വെക്കും കേട്ടോ. ഇതാണ് കുട്ടികളൊക്കെ എടുത്തു വന്നുകൊണ്ട് കുടിച്ച് പോകൽ. ഇങ്ങനെ വെള്ളം ചൂടാക്കി വെക്കും. നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ തണുക്കും കേട്ടോ, മൺകലത്തിലായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. അങ്ങനെ നമ്മൾ അടുക്കള ഫുള്ളായിട്ട് തുടച്ച് വൃത്തിയാക്കി. ഇനി നിലമൊക്കെ ഒന്ന് തുടക്കാനുള്ള കേട്ടോ, അടിച്ചു വാരണം തുടക്കണമൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ അലക്കാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീനിൽ അത്യാവശ്യമായിട്ടാണ് അലക്കൽ, അല്ലാതെ എന്നും അലക്കലില്ല. എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അലക്കൽ കേട്ടോ. അത് അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ട് നമ്മൾ അടുക്കള ക്ലോസ് ചെയ്തിട്ടോ. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം. അപ്പോൾ നിച്ചുട്ടനെ എണീറ്റ് വന്നിട്ടുണ്ട്. ഫിനിമോളും കൂടി എണീറ്റ് വന്നിട്ട് മതി നിച്ചുട്ടന് ചായ എന്ന് പറഞ്ഞിട്ടോ. ഓനവിടെ ടി വിയും കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അടുക്കള ഭാഗവും മറ്റേ മേൽഭാഗമൊക്കെ നന്നാക്കി അടിച്ചു വാരിയൊക്കെ റെഡിയാക്കിയിട്ടു. ഉപ്പുമാവ് മതി വിചാരിച്ചാണ്ട് അവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ അത് വേണ്ട പറഞ്ഞാണ്ട് പിന്നെ രണ്ടാളും അപ്പം മതിയായിരുന്നു കേട്ടോ. അത് പിന്നെ നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്ത് അങ്ങനെ അതാക്കിയാൽ നല്ല ഇഷ്ടമാണ്. അത് കഴിച്ചോളും. അപ്പോൾ അതിന് പിന്നെ ചിക്കനും ബീഫും എല്ലാം കൊണ്ടുവന്ന് അതൊക്കെ കഴുകി വൃത്തിയാക്കി നന്നാക്കി. നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ അതിന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഉസ്താദുമാർക്ക് കൊടുത്തു വിടാനും ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ മൂത്താപ്പാൻ്റെ മകൾ വന്നു. മോള് വന്നപ്പോൾ ചക്ക ഉണ്ടേനി ഇവിടെ. അപ്പോൾ ചക്ക നോമ്പ് പറഞ്ഞിട്ട് തിന്നാന്നും പറഞ്ഞിട്ട് ചക്ക ഇരിഞ്ഞ് ചുളയൊക്കെ പറിച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴയും പെയ്തു. നല്ല മഴ പറഞ്ഞാൽ നല്ലൊരു ഭയങ്കര മഴയും പെയ്തു കേട്ടോ. അപ്പോൾ അതിന് ഫിനിമോൾ എണീച്ചിട്ട് തന്നെ അപ്പോൾ ഒരു റൗണ്ട് കളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ
കളിയും കഴിഞ്ഞ് കുളി കഴിഞ്ഞ് രാവിലത്തെ ചായയും കടിയൊക്കെ കഴിഞ്ഞ് അത് പിന്നെ ഉച്ചക്ക് ചോറിന് വന്ന് ചോറ് കൊടുത്ത് പിന്നെ നമ്മൾ അടുത്ത പണിക്ക് വീണ്ടും അടുക്കളയ്ക്ക് ഇറങ്ങിയിട്ടോ. നോമ്പ് തുറക്കാൻ നമ്മൾ പിന്നെ എണ്ണക്കടികൾ ഉണ്ടാക്കിയത് കട്ലറ്റും കൊക്കവടയാണ് ഉണ്ടാക്കിയത്. ജ്യൂസ് അടിച്ചു. കട്ലറ്റും കൊക്കവടയും ജ്യൂസും ഒക്കെ അടിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുപോകാൻ മൂത്താപ്പാൻ്റെ മകനും വന്നു കേട്ടോ. അപ്പോഴൊക്കെ നല്ല മഴയാണ്. വൈകുന്നേരം ആയതോടുകൂടി പിന്നെയും നല്ല മഴ പെയ്തു കേട്ടോ. നോമ്പ് തുറന്ന ക്ഷീണത്തിൽ ഞങ്ങളും പെട്ടെന്ന് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അത്താഴത്തിൻ്റെ സമയമായപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റു. അപ്പോഴും ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ. മൂത്താപ്പാൻ്റെ മകന് വരുമെന്ന് പറഞ്ഞു ഉസ്താദുമാർക്ക് ചോറൊക്കെ കൊണ്ടുപോകാൻ. അങ്ങനെ പെട്ടെന്ന് എണീറ്റ് ചായയൊക്കെ വെച്ചു. ചായയും കൊണ്ടുപോകണം. അപ്പോൾ ചായ വെച്ച് പിന്നെ ചോറ് അത്താഴത്തിന് ചോറും വെറും ചോറും പയറുപ്പേരിയും ഇറച്ചി വരട്ടും ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ട് കൊടുത്തു. ഈ തിരക്കിൻ്റെ കൂട്ടത്തിൽ ഞാൻ എണീറ്റ് പോന്നപ്പോൾ എൻ്റെ കൂടെ ഫിദമോളും എണീറ്റ് പോന്നിട്ടുണ്ട് കേട്ടോ. ഫിദമോളും പോന്നിട്ടുണ്ട്. അങ്ങനെ മുഹറം 10 നോമ്പ് ഇതോടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.